രമേശ് നാരായൺ നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ രമേശ് നാരായണൻ, ഇപ്പോൾ സ്വാഭാവികമായും താങ്കളും അറിഞ്ഞു കാണും, വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതിനെതിരെ ഉയരുന്നുണ്ട്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്? അയ്യോ, ഇന്നലെ നടന്നത് യാദൃച്ഛികമായിട്ട് നടന്നതാണ്. അതിന് എനിക്ക് ഞാൻ ക്ഷമ ചോദിക്കുക സത്യത്തിൽ. കാര്യം എന്ന് വെച്ചാൽ എന്താ നടന്നത് എന്നുള്ളത് അവിടുന്ന് എനിക്ക് ആസിഫ് അലിയുടെ അടുത്ത് ഞാൻ വാങ്ങിച്ചു. വളരെ സ്നേഹത്തോടു കൂടിയാണ് വാങ്ങിച്ചത്. പക്ഷേ ആ അവാർഡ് വാങ്ങിക്കുമ്പോൾ അതിന്റെ ഡയറക്ടർ കൂടെ വേണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ജയരാജ്. അപ്പൊ ജയരാജനും കൂടെ ഞാനിങ്ങനെ വിളിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അതാണ് സംഭവിച്ചത് അവിടെ. അപ്പോഴാണ് എനിക്ക് കൂടുതൽ ആസിഫ് അലിയിൽ എൻ്റെ നോട്ടം കേന്ദ്രീകരിക്കാൻ പറ്റിയില്ല. അപ്പൊ അത് കഴിഞ്ഞ് ജയരാജ് എൻ്റെ അടുത്തേക്ക് വരുമ്പോഴേക്കും ആസിഫ് അലി അവിടുന്ന് പോയി. ഇതാണ് സംഭവിച്ചത്. അപ്പൊ ഈ വിഷ്വലും അല്ലെങ്കിൽ അവിടെ നടന്നതും കാണുമ്പോൾ ഞാൻ ആസിഫ് അലിയെ കരുതി കൂട്ടി ഞാൻ ആസിഫ് അലിയെ അപമാനിച്ചു എന്നൊക്കെ തോന്നിപ്പോയിട്ടുണ്ടെങ്കിൽ ഐ ആം സോ സോറി. അങ്ങനെ തോന്നിപ്പോയെങ്കിൽ ഇതിനുശേഷം ആസിഫിനെ വിളിക്കുകയോ മറ്റോ ചെയ്തിരുന്നോ? സംസാരിക്കാൻ ശ്രമിച്ചു? ആസിഫിനെ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആസിഫ് എൻ്റെ കയ്യിലുള്ള നമ്പറിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആസിഫ് ഫോൺ എടുത്തിട്ടില്ല. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് ആസിഫിനെ വിളിക്കാൻ. കാര്യം ചോദിച്ചോട്ടെ, നമുക്ക് നമ്മുടെ മുമ്പിൽ ഈ ദൃശ്യങ്ങൾ മാത്രമാണല്ലോ. അപ്പൊ അതില് എല്ലാവരും പറയുന്ന ഒരു കാര്യം, ആസിഫ് അവിടെ നിൽക്കുന്നു, ആസിഫ് അത് കഴിഞ്ഞ് അവിടെ തൊട്ട് മുമ്പ് തന്നെ ഇരിക്കുന്നുണ്ട്, കണ്ണുകൊണ്ട് പോലും നോക്കാൻ ശ്രമിച്ചില്ല, ആ രീതിയിൽ പോലും ഒന്ന് അവഗണിച്ചു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ടായി എന്ന് അങ്ങനെ തോന്നണമെങ്കിൽ ആ സ്ഥലത്ത് ഒന്നാമത് ഞാൻ സ്റ്റേജിലല്ല ഉള്ളത്. ഞാൻ സ്റ്റേജിന് താഴെയാണ് ഇത് നടക്കുന്നത്. ഞാൻ സ്റ്റേജിലോട്ട് കയറിയിട്ടില്ല. അപ്പൊ ആ സമയത്ത് ആസിഫ് എനിക്ക് തന്നിട്ട് അവിടെ ഇരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ രണ്ടാമത് എനിക്ക് ആസിഫിനെ നോക്കാൻ, ചിന്തിക്കാനോ ആസിഫിന്റെ സൈഡിലേക്ക് പോകാനോ പറ്റിയിട്ടില്ല എനിക്ക്. കാര്യം ആ ഒരു ചെറിയ മൊമെന്റ് അല്ലേ. അത് കഴിഞ്ഞ് വേറെ ഫംഗ്ഷനിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ ബിജു മേനോന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. അതാണ് നടന്നത് അവിടെ. അത് കഴിഞ്ഞോണ്ട് ബിജു മേനോന്റെ അടുത്ത് വന്നിരിക്കുന്നു. പക്ഷെ ആസിഫിനെ എനിക്ക് ഒന്ന് നോക്കാനോ ഒന്ന് ഹഗ് ചെയ്യാനോ ഉള്ളൊരു സമയം എനിക്ക് ഉണ്ടായിട്ടില്ല. അതാണ് സംഭവിച്ചു പോയത്. ഒരുപക്ഷെ ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വരുന്ന എഴുത്തുകളും ഇതും വായിച്ചു കാണുമായിരിക്കും. അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് ഐ ആം സോ സോറി. ഇതിങ്ങനെ പറ്റിപ്പോയത് യാദൃച്ഛികമായിട്ട് പറ്റിയതാണ്. എന്താ പറയാ, ഞാൻ എല്ലാവരും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ സംഗീതം പോലെ എല്ലാവരും ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയാണെന്നുള്ള കാര്യം അതെനിക്ക് പറയാനുള്ളത്. ഇത് പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, എന്നിലെ വല്ല തെറ്റും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഐ ആം സോ സോറി ടു ഓൾ. എല്ലാവർക്കും ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ബുദ്ധിമുട്ടില്ലെങ്കിൽ ഈ ആദ്യം എല്ലാവരെയും വിളിച്ചപ്പം താങ്കളെ വിളിക്കാൻ വൈകി, അങ്ങനെ ഉണ്ടായോ? സംഘാടകരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പിഴവുണ്ടായോ? അത് ഉണ്ടായിട്ടുണ്ട്. കാര്യം ഞാനത് സംഘാടകരെ കുറ്റം പറയുന്നതല്ല. ചിലപ്പോഴങ്ങനെ തെറ്റ് വന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ഒരാൾ ഒഴിവായി പോകാനുള്ള സാധ്യതയുണ്ട്. കാര്യം അത് ഞാൻ പിന്നീട് ജയരാജ് അടുത്ത് സംസാരിച്ചപ്പോഴും പറഞ്ഞു, അയ്യോ അത് നമ്മുടെ തെറ്റി പറ്റിപ്പോയി രമേശ് ജി എന്ന് പറഞ്ഞു ജയരാജ് ജി. അപ്പോ എന്താന്ന് വെച്ചാൽ എല്ലാവരെയും ക്രൂസിന് ജയരാജിയുടെ പടത്തിൽ വർക്ക് ചെയ്ത ആൾക്കാരെ വിളിച്ചപ്പോഴ് എന്നെ മാത്രം ഒഴിവാക്കിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആരും എന്നെ വിളിക്കേണ്ടതായിരുന്നു. ആക്ച്വലി 2-3 ദിവസം നമ്മൾ ഒരുമിച്ചിരുന്ന് വളരെ ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്തായിരുന്നു. നെടുമുടി വേണുചേട്ടനെ അത് കഴിഞ്ഞ ഉടനെ വിളിക്കായിരുന്നു. അതൊക്കെ നമ്മൾ ചെയ്തായിരുന്നു അന്ന്. അപ്പൊ അങ്ങനെയുള്ളൊരു സംഭവമായിരുന്നു. പക്ഷെ എന്നെ എങ്ങനെ ഒഴിവായി പോയി എന്ന് എനിക്കറിയില്ല. അവിടെ ഒഴിവായി പോയിട്ടുണ്ട്. എന്നിട്ട് ഒഴിവാക്കി എന്നുള്ള ഈ ഒരു വിവരം താങ്കളാണോ അങ്ങോട്ട് സംഘാടകരെ അറിയിക്കുന്നത്? അല്ല, ഞാൻ ഇറങ്ങി വരുമ്പോഴേ ഞാൻ അശ്വതിയുടെ അടുത്ത് പറഞ്ഞു, അശ്വതി ഞാൻ പോവാണ്, ഐ ഹാവ് ടു റീച്ച് ട്രിവാൻഡ്രം എത്തണം എനിക്ക്. അപ്പോ ഞാൻ പറഞ്ഞു ഞാനും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ജയരാജിയുടെ പടത്തില് എന്ന് പറഞ്ഞപ്പോഴാണ് പറയുന്നത്, അയ്യോ സാറിനെ എന്നെ വിളിച്ചില്ലേ, സ്റ്റേജിലേക്ക് വിളിച്ചില്ലെന്ന് ചോദിച്ചു. സാറിനെ സ്റ്റേജിലേക്ക് വിളിച്ചില്ലേ? ഞാൻ പറഞ്ഞു ഇല്ല, വിളിച്ചില്ല. അയ്യോ. അപ്പോഴാണ് അശ്വതി വിളിച്ചിട്ട് അവാർഡ് കൊടുക്കണമെന്ന് പറയുന്നത്. ആസിഫിനെ വിളിക്കുന്നു. പക്ഷേ ഈ ആസിഫിനെ വിളിക്കുന്ന ഒന്നും ഞാൻ അറിയുന്നില്ല. അവിടെ ഞാൻ സ്റ്റേജിലല്ലല്ലോ. അപ്പോൾ ആസിഫ് മൊമെന്റം കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് ഞാൻ കാണുന്നുള്ളൂ. അപ്പോൾ എനിക്കെന്നെ സംശയമാണ്, ആസിഫിന് ഇത് എന്താണ്, ഞാനങ്ങനെ ആസിഫിന് കൊടുക്കാനാണോ ആസിഫ് എനിക്ക് തരാണോ എന്നൊരു ഡൗട്ട് എനിക്ക് അപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ആസിഫിന്റെ കയ്യിൽ നിന്നല്ലേ താങ്കൾക്ക് ആ ഉപഹാരം ലഭിച്ചത്? അങ്ങനെ ഒരു സംശയം ഉണ്ടാവാനുള്ള സാഹചര്യം ഉണ്ടോ അവിടെ?
എനിക്ക് അതായത് എനിക്കറിയില്ല എനിക്ക് തരാൻ പോകുന്നുണ്ടെന്നുള്ള കാര്യം. ശരി, താങ്കളുടെ പേര് ആദ്യം മനസ്സിലായല്ലോ. വിളിച്ചിരുന്നില്ല. ഇല്ല, അപ്പൊ എനിക്കറിയില്ല എനിക്ക് തന്നെ തരാണോ എന്ന കാര്യം. എനിക്ക് എന്റെ മനസ്സാണ് ഞാൻ ഇപ്പൊ പറയുന്നത്. എനിക്ക് അപ്പൊ തോന്നിയൊരു മനസ്സാണ് പറയുന്നത്. കംപ്ലീറ്റ്ലി എനിക്ക് മനസ്സിലായിട്ടില്ല എനിക്ക് മൊമെന്റോ തരികയാണെന്നുള്ള കാര്യം. പിന്നെ ലാസ്റ്റ് മൊമെന്റിലാണ് മനസ്സിലാവുന്നത് എന്റെ കയ്യിൽ വെച്ച് തരുന്നു. അപ്പൊ ഞാൻ വാങ്ങിക്കുന്നു. അത് കഴിഞ്ഞ് താങ്കൾക്ക് ജയരാജന്റെ കയ്യിൽ നിന്ന് ആ മൊമെന്റോ ലഭിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അങ്ങനെയാണോ? ഒന്നുമില്ല ആരെ കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അല്ല, ഇപ്പൊ അതായത് ആസിഫ് തന്ന മൊമെന്റോ താങ്കൾ തിരിച്ചു സംവിധായകൻ ജയരാജന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് പിന്നീട് അദ്ദേഹത്തിൽ നിന്ന് തിരിച്ച് ഏറ്റുവാങ്ങുന്നതാണ് കാണാൻ കഴിയുന്നത്. അത് തിരിഞ്ഞു പോയതാണ്. അത് തിരിഞ്ഞു പോയപ്പോ ഞാൻ അങ്ങോട്ട് തിരിച്ചു വെച്ചിട്ട് രണ്ടാമത് എന്റെ കയ്യിൽ തന്നെ വെച്ചാണ്. അത് അതിന്റെ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ആ പ്ലേസ് മാറി തല തിരിഞ്ഞു പോയിരുന്നത്. അതായത് അവാർഡ് വാങ്ങിയപ്പോൾ തിരിച്ചിട്ടാണ് വെച്ചത്. അത് നമുക്കത് മനസ്സിലാവുന്നുണ്ട്. ശരി, അതെ തിരിഞ്ഞു പോയിരുന്നു. ആ തിരിഞ്ഞു പോയത് നേരെ ആക്കിയിട്ട് എന്റെ കയ്യിൽ തന്നെ വെച്ചാണത്. അപ്പോഴാണ് നിങ്ങൾക്ക് സംശയം വരുന്നത് ഞാനിനി ജയരാജന് കൊടുത്തു എന്നൊരു ധാരണ ആ ഫോട്ടോയിൽ വരുന്നത്. അത് ശരിക്കും മനസ്സിലാവും. കാര്യം വെച്ചാൽ ഇത് കറങ്ങി നിൽക്കായിരുന്നു. ജയരാജൻ ആ സ്റ്റേജിലേക്ക് വരണം, കൂടെ ഉണ്ടാവണം എന്നാണ് ആഗ്രഹിച്ചത്, അല്ലാതെ ആസിഫ് അലി അത്രേ ഉണ്ടായിരുന്നുള്ളൂ. കാര്യം അങ്ങനെ വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്റെ മനസ്സ് തോന്നിയതാണ്. ജയരാജും കൂടെ ഉണ്ടായത് നല്ലത്. സംവിധായകൻ കൂടെ ഉണ്ടാവണം. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. കാര്യം അത് എന്റെ മനസ്സ് തോന്നിയതാണ്. അദ്ദേഹം കൂടെ ഉണ്ടാക്കിയത് നമ്മൾ ഇറ്റ്സ് എ ഇൻഡിവിജ്വൽ വർക്ക് അല്ലല്ലോ. ഒരുമിച്ച് സിനിമ എന്ന് പറഞ്ഞാൽ കൂട്ടായ്മയുടെ ഭാഗമാണ്, ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ്. അപ്പോൾ എനിക്ക് കിട്ടുന്ന അവാർഡ് അദ്ദേഹത്തിന് കിട്ടുന്നത് എനിക്കും കൂടെ ഉള്ളതാണ്, എനിക്ക് കിട്ടുന്ന അവാർഡ് അദ്ദേഹത്തിനും കൂടെ ഉള്ളതാണ്, അവകാശപ്പെട്ടതാണ് എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇത് കഴിഞ്ഞ ഇതൊക്കെ പ്രശ്നമൊക്കെ ഉണ്ടായതിനു ശേഷം ജയരാജനെ സംസാരിച്ചിരുന്നോ? ഫോണിൽ വിളിക്കുക, കാണുക, എന്തെങ്കിലും ചെയ്തു? ജയരാജ് ഇന്ന് രാവിലെ സംസാരിച്ചു. ജയരാജ് വിളിച്ചോ? ജയരാജ് എനിക്ക് മെസ്സേജ് അയച്ചു രാവിലെ. ജയരാജ് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, നമ്മുടെ അടുത്ത് തെറ്റ് പറ്റിപ്പോയി രമേഷ് ജി, ഐ ആം സോ സോറി. ഇന്നലെ ഞാൻ രമേഷ് ജി അവിടെ ഉണ്ടതായിട്ട് അറിഞ്ഞില്ല, അതുകൊണ്ടാണ് പറ്റിപ്പോയത്. രമേഷ് ജിയെ കണ്ടില്ല ഞാൻ അവിടെ, അതുകൊണ്ടാണ് അങ്ങനെ പറ്റിപ്പോയത് എന്ന് പിന്നെ എൻ്റെ അടുത്ത് രാവിലെ മെസ്സേജ് അയച്ചു എനിക്ക് ജയരാജ്. അപ്പൊ അതുകൊണ്ട് സോറി എന്ന് പറഞ്ഞിട്ടാണ് ഇത് മെസ്സേജ് അയച്ചത്. ഞാൻ പറഞ്ഞു സാരമില്ല, നോ പ്രോബ്ലം. നമുക്കിതൊന്നും അല്ലല്ലോ കാര്യം. നമ്മള് ഇനി സ്നേഹത്തോടുകൂടെ വർക്ക് ചെയ്യുക. പിന്നെ ആസിഫ് അലിക്ക് ഇത് തോന്നിപ്പോയിട്ടുണ്ടെങ്കിൽ ആസിഫ് അലിയുടെ ആൾക്കാർക്കും അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആസിഫ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും എവിടെയും പറയുക എഴുതുക ഒന്നും ചെയ്തിട്ടില്ല. ആസിഫിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണവും വന്നിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ. ഈ വീഡിയോ ഇങ്ങനെ പ്രചരിച്ചു, ഇതിനെ ഇങ്ങനെ ഇപ്പം ഞാൻ നേരത്തെ താങ്കളോട് ചോദിച്ച തരത്തിലാണ് ഇത് വ്യാഖ്യാനിക്കപ്പെട്ടത്. അതായത് ആസിഫിൽ നിന്ന് താങ്കൾ ആ ഉപഹാരം ഏറ്റുവാങ്ങാൻ ആഗ്രഹിച്ചില്ല, അതുകൊണ്ട് ആസിഫിനെ അവഗണിച്ച് കുറെ പുറകിലുണ്ടായിരുന്ന ജയരാജനെ വേദിയിലേക്ക് വിളിക്കുന്നു, ജയരാജന് കൊടുത്തിട്ട് ആ പുരസ്കാരം ഏറ്റുവാങ്ങുന്നു. അങ്ങനെയാണ് ഈ ദൃശ്യങ്ങൾ. അത് തെറ്റിദ്ധാരണയാണ്. ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴ്, അത് തിരിഞ്ഞു പോയിരുന്നു. അത് തിരിച്ച് വാങ്ങിച്ച് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് വെക്കുകയാണ് സംഭവം.